ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. കാർഡ്ബോർഡൊക്കെ നമ്മൾ കത്തിച്ച് കളയാറാണ് പതിവ്. അതുകൊണ്ട് നല്ല അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിനാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ കുറച്ച് കാർഡ്ബോർഡുകൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം. നമുക്ക് എത്ര വലിപ്പമുള്ളത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ വലുതായിട്ടാണ് ഇത് വെട്ടിയെടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ വെട്ടിയെടുക്കണം. ഇപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കണം. ചിലത് നല്ല ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റും, ചിലത് ഇത്തിരി കട്ടിയായിരിക്കും. ഇപ്പോൾ ഇത് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് എല്ലാം പൊളിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അക്രിലിക് പെയിൻറ്റ് വെച്ചൊന്ന് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാം ബ്ലാക്ക് കളറിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡറായിട്ടൊരു കളർ അടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പല അളവിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ലീഫാണ്. ഇത് ഇതേപോലെ വെട്ടിയെടുത്തിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. ഇതേപോലെ. ഇവിടെ ഞാൻ ചെറിയൊരു കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് എല്ലാം ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി ഇതിൻ്റെ മേലേക്ക് ഇത് ഒട്ടിച്ച് വെച്ചത്, ഈ കളർ ഞാൻ ഒട്ടിച്ച് വെച്ചത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ചെറിയൊരു വട്ടത്തിലൊരു കാർഡ്ബോർഡ് കഷ്ണം വെട്ടിയെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കണം. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാൻ ഈ കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി വൈറ്റ് കളർ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നീളമുള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ചുമരിലൊക്കെ ഇത് വെക്കാനായിട്ട് അടിപൊളിയായിരിക്കും. കാർഡ്ബോർഡാണെന്ന് പറയുകയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. ഇനി ഇത് ചരിച്ചാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ചരിച്ച ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു പേഴ്സ് ഇതേപോലെ ഒന്ന് ചരിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊരു ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഗ്യാപ്പുള്ള വശത്തൊക്കെ ലീഫ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.